ചൂടാക്കി അത് വെന്ത് കഴിയുമ്പോൾ അതില് അതൊരു 5 നിമിഷം മതിക്കും. അതില് മഞ്ഞപ്പൊടി മുളക് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അതില് മുരിങ്ങക്കായും വെണ്ടക്ക തക്കാളിയൊക്കെ ഇട്ട് വെന്ത് കഴിയുമ്പോൾ അവിടെ പറയട്ടെ, തക്കാളി വെണ്ടക്ക മുരിങ്ങക്കായൊക്കെ ഇട്ട് അത് വെന്ത് വരുമ്പോൾ അതിൽ സാമ്പാർ പൊടി ഇട്ടു. അത് നല്ലോണം തിളച്ച് വരുമ്പോൾ സാമ്പാർ പൊടി ഒരു 2 കരണ്ടി ഇടും. സാമ്പാർ പൊടി തിളച്ച് വരുമ്പോൾ അതിൽ കുറച്ച് കരിവേപ്പില ഇടും. എന്നിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ അതോ പിന്നെ അത് വാങ്ങി വെക്കും. എന്നിട്ട് സാമ്പാർ നമ്മളൊക്കെ എങ്ങനെ ഉണ്ടാക്കും? ഞാൻ തക്കാളി പുളി ഒഴിക്കില്ല. പിന്നെ ചീനച്ചിട്ടിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയൊക്കെ ഇട്ട് വറുത്തിട്ട് സാമ്പാർ